ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 വിക്ടേഴ്സ് ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സാണ്. അസൈൻമെൻറ്റ് ഇതാണ്: ചെക്ക് ദ ഡിമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ ഡിമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1, Fx is equal to P into V, where F is equal to force, x is equal to displacement, P is equal to pressure, V is equal to volume. Fx is equal to P into V. ആദ്യം LHSലുള്ള Fx സോൾവ് ചെയ്ത് വരുമ്പോൾ ഏത് ഡിമെൻഷണൽ ഫോമുല കിട്ടുന്നതെന്ന് നോക്കാം. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആയതുകൊണ്ട് mL(T⁻²) എന്ന ഡിമെൻഷണൽ ഫോമുല എഴുതും. എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് എൽ എന്ന ഡിമെൻഷണൽ ഫോമുല എഴുതും. അത് രണ്ടും കൂടി സോൾവ് ചെയ്ത് വരുമ്പോൾ mL²T⁻² എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷറിൻ്റെ ഡിമെൻഷണൽ ഫോമുല ആയിട്ടുള്ള mL⁻⁻1T⁻² ഇൻറ്റു വോളിയത്തിൻ്റെ ഡിമെൻഷണൽ ഫോമുല ആയിട്ടുള്ള L³ വരും. അത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ mL²T⁻² എന്ന് കിട്ടും. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണ്, അതായത് ഡിമെൻഷണൽ കൺസിസ്റ്റൻസി കറക്റ്റ് ആണ് ഇവിടെ. സോ ദീസ് ഇക്വേഷൻസ് ആർ ഡിമെൻഷനലി കറക്റ്റ് എന്ന് നമുക്ക് പറയാം. നമ്പർ 2, V is equal to √gm divided by r, where V is velocity, G is gravitational constant, m is mass and r is radius. Answer equal to √gm divided by r. ആദ്യം LHSലുള്ള V എന്താണെന്ന് നോക്കാം. V എന്ന് പറയുന്നത് വെലോസിറ്റി ആയതിനാൽ നമ്മൾ അവിടെ വെലോസിറ്റിയുടെ ഡിമെൻഷൻ ഫോമുല ആയിട്ടുള്ള L(T⁻⁻1) എന്ന് LHSൽ എഴുതും. ഇനി RHSൽ നോക്കിയാലോ √gm divided by r. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് m⁻⁻1 L³ T⁻² എന്ന് എഴുതും. m എന്ന് പറയുന്നത് മാസ്സാണ്, മാസ് തന്നെ എഴുതും. ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്ന റേഡിയസിന് L എന്ന് കൊടുക്കും, ലെങ്ത് ആയതുകൊണ്ട്. ന്യൂമറേറ്ററിലുള്ളത് സോൾവ് ചെയ്യുമ്പോൾ m⁻⁴ L³ T⁻² എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ L എന്ന് കിടക്കും. സ്ക്വയർ റൂട്ടിലാണ് ഇതെല്ലാം കിടക്കുന്നതെന്ന് മറക്കരുത്. ഇനി L ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ L⁻⁻1 ഇൻറ്റു ചെയ്യാൻ വരും. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് √L²T⁻² എന്ന് കിട്ടും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ L⁻⁻1 എന്ന് കിട്ടും. അപ്പോൾ LHSും RHSും ഈക്വൽ ആയതിനാൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് ഓൾസോ ഡിമെൻഷനലി കറക്റ്റ്. Now third question, F is equal to 2π√k divided by √m, where F is frequency, k is force constant and m is mass. F is equal to 2π√k divided by m. F frequency ആയതുകൊണ്ട് T⁻⁻1 എന്ന ഡിമെൻഷണൽ ഫോമുല LHSൽ എഴുതും. RHSലാണെങ്കിൽ 2π അവോയ്ഡ് ചെയ്യും, കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡിമെൻഷണൽ അനാലിസിസ് ചെയ്യുമ്പോൾ എടുക്കാറില്ല. √k ഡിവൈഡഡ് ബൈ m എന്ന് പറയുന്നത് k ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് m⁻² എന്നും m മാസ് ആയതുകൊണ്ട് m തന്നെ എഴുതുകയും ചെയ്യും. അതിനുശേഷം അത് സോൾവ് ചെയ്ത് വരുമ്പോൾ m അടിയിലുള്ള m മുകളിലേക്ക് പോയി m⁻⁻1 എന്നും m ക്യാൻസലായി പോവുകയും √T⁻² എന്ന് വരികയും ചെയ്യും. √T⁻² എടുക്കുമ്പോൾ T⁻⁻1 എന്ന് വരും, അതായത് LHS is equal to RHS എന്ന് കിട്ടും. So we can say that this equation is also dimensionally correct. So we have checked the dimensional consistency of this equation also. Fourth question, H is equal to V² sin² theta divided by 2g. H is equal to maximum height, V is equal to velocity, theta is equal to angle of projection and g is equal to acceleration due to gravity. H is equal to V² sin² theta divided by 2g. LHSൽ നോക്കുമ്പോൾ H എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ആയതുകൊണ്ട് ലെങ്ത് എന്ന ഡിമെൻഷൻ LHSൽ എഴുതും. RHSലാണെങ്കിൽ V² sin² theta divided by 2g. V എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, സോ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ L⁻⁻1 the whole square. സൈൻ എന്ന് പറയുന്നത് ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്, കാരണം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇതൊക്കെ ലെങ്ത് ആണല്ലോ. സോ L ഡിവൈഡഡ് ബൈ L എന്ന് പറയുമ്പോൾ 1² എന്ന് പറയുമ്പോൾ 1 തന്നെ. തീറ്റ എന്ന് പറയുന്ന ഒരു ഡിമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, കാരണം അതൊരു ആംഗിൾ ആണ്, സോ അതും 1 എന്നെടുക്കും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു g. 2 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതവിടെ അവോയ്ഡ് ചെയ്യും. g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് L⁻⁻2 എന്ന് ഡിനോമിനേറ്ററിനകത്തും എടുക്കും. L⁻⁻1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് L²T⁻² എന്നും ബാക്കിയുള്ളത് 1 എന്ന് വരുമ്പോൾ അത് പ്രൊഡക്റ്റ് ആക്കി എടുക്കുമ്പോൾ L²T⁻² എന്ന് മാത്രം കിട്ടും. ഡിനോമിനേറ്ററിൽ അപ്പോഴും L⁻² ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂമറേറ്ററിലെ L²T⁻²ഉം L⁻²ലെ T⁻² ക്യാൻസലായി പോകും.
എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ വരുമ്പോൾ എൽ സ്ക്വയർ എന്ന് പറയുന്നത് എൽ ഇൻറ്റു എൽ ആണ് ഡിവൈഡഡ് ബൈ എൽ. അതിലെ ഒരു എൽ ക്യാൻസലായിപ്പോയി. നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഒരു എൽ ആയിരിക്കും. സോ രണ്ട് സൈഡിലും എൽ എച്ച് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് നമുക്ക് കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് ഡിമെൻഷനലി കറക്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.